ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ചിക്കൻ റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കൂടുതൽ സമയം വഴറ്റിയൊന്നും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണിത്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഓരോന്ന് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഈ പൊടികൾ കരിയാതെ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ 3 പൊടികളും കൂടെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും ഇത് കരിഞ്ഞു പോകരുത്. കരിയാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി എടുക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും എടുക്കാം. മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് നമ്മളിത് അടച്ച് വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ്. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം. ഇപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ഈ ചിക്കനൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സവാള, ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ്. ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി, അതും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കിത് അടച്ചു വെക്കണം. ഇനി ഇത് അടച്ചു വെക്കേണ്ടത് ഇത് ഈ ചിക്കൻ നന്നായിട്ട് വേവുന്നത് വരെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചിക്കൻ വേവുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് മാത്രമേ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓരോന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണുന്ന ഗ്രേവി ഈ ചിക്കനൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്, അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. കാരണം കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുള്ളത്. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിനൊന്നൊരു കണക്കൊന്നുമില്ല. പിന്നെ ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കുറച്ച് പച്ചയിൽ കടിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇതിന് മുമ്പായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ഈ ചിക്കനൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഞാനിതിൽ ഈ കുറച്ച് ഗ്രേവിയും കൂടെ ഉണ്ട്, അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഞാനിതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇതിൽ കുറച്ച് ഗ്രേവിയും കൂടി ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ തീ ഓഫ് ചെയ്യാണ്. കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈസി അല്ലേ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിയുടെ കൂടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പിയും വീഡിയോയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.